ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടേ. നാരനാണ് കേട്ടോ, നല്ല വലിയ നാരനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാനിതും കൊണ്ടൊരു ബജ്ജി ഉണ്ടാക്കാൻ പോവുകയാണ്. കാണിക്കാം. ചെമ്മീൻ ഫസ്റ്റ് ക്ലീൻ ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒന്നും വേസ്റ്റ് ആകാണ്ട് എങ്ങനെയാണ് ഒരു ചെമ്മീൻ ക്ലീൻ ചെയ്യണമെന്ന് നോക്കിക്കോട്ടാ. ഇത് കണ്ട, ഇതിലാണ് ഫുള്ള് അതിൻ്റെ എല്ലാ പൊന്നും എല്ലാം ഇരിക്കുന്നത് ഇതിലാണ്. ഇത് ഇട്ട് കളയാൻ പാടില്ല. ഇത് കഴിഞ്ഞത് ഇതുവരെ നമുക്ക് കിട്ടും. അത്ര ക്ലീനായിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിരിക്കണതാണേ. കഴുകി വെച്ചിട്ടാണ് ഞാനപ്പോൾ നമുക്ക് പിന്നെ കഴുകേണ്ട ആവശ്യം വരില്ല. നല്ലോണം കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ തോല് കളയാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുതു ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. വരഞ്ഞു കൊടുക്കുമ്പോൾ കണ്ട, ഇതിലൊരു ചെറിയൊരു കുഞ്ഞു കുടല് അതുണ്ടാവും, അതെടുത്ത് കളയുക. കണ്ട എത്ര ക്ലീനായിട്ട് കിട്ടിയെന്ന് നോക്കി. അതിൻ്റെ പൊന്നും ഒന്നും പോകാണ്ട് നമുക്ക് ഫുൾ അതേ ചെമ്മിൻ്റെ ലെവലിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ചെമ്മീൻ ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം ക്ലീൻ ചെയ്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്കുള്ള മസാല കാണിച്ചു തരാം. ഞാൻ അതിലേക്കുള്ള മസാലകൾ ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, കറിവേപ്പില എല്ലാം കൂടെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. അതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് പുരട്ടി വെക്കാം. ഇനി കുറച്ച് നേരം ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മളിത് 10 മിനിറ്റ് ആയിട്ടുണ്ടേ. നമുക്ക് ഇനി സ്റ്റൗ കത്തിച്ചിട്ട് പാൻ വയ്ക്കാം. ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് പൊരിഞ്ഞ് തോന്നുന്നുണ്ടേ. നമുക്കൊന്ന് മറിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അന്ന് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാണ്ട് ഉണ്ടാക്കിയിട്ടതിൽ നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. നല്ല കറുകുറാന്നിരിക്കുകയും നല്ല ചെമ്മീൻ്റെ ഈ സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടേ. ഈ സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ പോയിത്തെ? കഴിക്കാൻ തോന്നുന്നുണ്ടേ? നന്നായിട്ടില്ലേ? സ്മെല്ല് കേട്ടില്ല? നല്ല സ്മെല്ലല്ല, കേൾക്കണില്ല. വായിന്ന് വെള്ളം വരുന്നത് കയ്യിലെടുക്കും. അവരെ കഴിച്ചു നോക്കി പോയിട്ട് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളി. ഈ ബജ്ജി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അതേപോലെ നല്ല ഇതായിട്ട് നന്നായിട്ടുണ്ട്. നല്ല രസമാണ്. നമ്മൾ സാധാരണ ഞങ്ങൾ ഒത്തിരി ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ടേസ്റ്റാണ്. നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.
സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.